ഈ വൃശ്ചിക മാസത്തിലും കർക്കിടക മാസത്തിലൊക്കെ രാവിലെ നേരത്തെ എണീറ്റ് വിളക്കിളിക്കുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പം എന്തായാലും എണീക്കാൻ കുറച്ച് നേരം വൈകിക്കണം. അപ്പോൾ വേഗം പോയി കുടിച്ച് സിറ്റൗട്ടൊക്കെ വേഗം തുടച്ച് ശീബോധിക്ക് വെക്കണമല്ലോ. അപ്പോൾ ശീബോധിക്കുള്ളതൊക്കെ പറിച്ചെടുത്ത് അപ്പോൾ മുട്ട അടിച്ചാലല്ലായിരുന്നു കേട്ടോ. അന്നേരം വൈകുന്നേരം അടിച്ചുകൊണ്ട് അപ്പോൾ 1-2 ഇലയുള്ളത് വേഗം പെറുക്കി കളഞ്ഞതിൻ്റെ ശേഷം വേഗം ശീബോധിക്ക് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വിളക്ക് കളിക്കുകയാണ്. ശീബോധി ഞാൻ 10 ദിവസം വയ്ക്കുക, അതുപോലെ തന്നെ 10 ദിവസം വിളക്ക് കളിക്കും കേട്ടോ ഞാൻ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഇതെല്ലാ വീടുകളിലും മഴക്കാലമായ അധിക വീടുകളിലും ഉണ്ടാവുന്നതാണല്ലേ. അപ്പോൾ തലേന്ന് രാത്രി ഇങ്ങനെ വിരിച്ചിട്ടാണ് കേട്ടോ ഫാൻ ഇട്ടേക്കും. പിന്നെ ഉണങ്ങി കിട്ടേണ്ട മഴക്കാലല്ലേ. അപ്പോൾ വേഗം ഈ പരിപാടി ഞാൻ ചെയ്യാറ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഉണങ്ങി കിട്ടും ചെയ്യും. അത് കഴിഞ്ഞ് ഇതാ കിച്ചണ് സ്കൂളുണ്ട്, കിച്ചണ് വേഗം എണീപ്പിച്ച് ഈ താഴത്ത് കാണുന്നതൊക്കെ മിത്തുറിൻ്റെ പണിയാണ് കേട്ടോ. അവനൊന്നാകെ ഭസ്മം താഴെ ചിന്തിയതാണ്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇതാ മോൻ ബ്രഷും പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. അവനെ പിന്നെ പുറത്തേക്ക് പറഞ്ഞയച്ച് ഞാൻ ഇതാ ചെറിയാളൊന്ന് ദേഷ്യം പിടിപ്പിച്ച് കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ ആളുടെ സിറ്റൗട്ടിൽ വന്നിരിക്കണേ. കിച്ചനോടാണെങ്കിൽ ഇടക്കിടക്ക് ഓരോന്ന് വന്നിങ്ങനെ ഓർമ്മിക്കണം. പല്ലേച്ചോ കുളിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ആളൊന്നും അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ വേഗം ഞാൻ അവനെ പല്ലേക്കാൻ വിട്ട് ഞാൻ ഇതാ ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തിക്കുള്ള മാവ് കുറച്ച് സെറ്റാക്കി വെച്ച് പിന്നെ ഒരു ഗ്ലാസ് വേഗം കട്ടെടുത്ത് ഞാൻ ഇതാ ഏട്ടൻ സിറ്റൗട്ടിൽ വന്നിരിക്കേണ്ടിയിരുന്നു. ഏട്ടനത് പണിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വന്നിരുന്നു കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് വേഗം പിന്നെ അടുക്കളയിൽ കയറി വേഗം ചമ്മന്തി ആയിരുന്നു ചപ്പാത്തിയിലേക്ക്. അപ്പോൾ ചമ്മന്തിയിലേക്കുള്ള ഉള്ളിയൊക്കെ വേഗം റെഡിയാക്കി വെച്ച് വേഗം ചമ്മന്തിയൊക്കെ റെഡിയാക്കിക്കണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം ചപ്പാത്തി ഇടാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇച്ചിരി 10 പ്രാവശ്യം പറഞ്ഞാൽ വിളിക്കേണ്ട അമ്മ. അത് ഇവിടെ ഒക്കെ എടുത്ത് വെച്ചാലും ഇടയ്ക്കൊരു വിളി അവന് സമാധാനം കിട്ടില്ല വിളിച്ചിട്ടില്ലെങ്കിൽ. ഒക്കെ കട്ടമ്മൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവനങ്ങോട്ട് വേഗം വിളിച്ചിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവനോട് കഴിക്കാൻ പറയുകയാണെങ്കിൽ അപ്പോൾ പോണ വരെ അത് വെച്ച് ഇരിക്കും ചെയ്യും, ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നിരുന്നു, ഞാൻ ഊട്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നിരുന്നു അവനെ വാരി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഈ സ്നേഹപ്രകടനം സ്ഥിരമാണ് കേട്ടോ. ഏട്ടൻ പോകാൻ നേരത്തെ അതിന് വല്ലാത്തൊരു സ്നേഹം കൂടുതലാണ്. അപ്പം നേട്ടമുള്ളതുകൊണ്ട് ഏട്ടൻ ആക്കി കൊടുക്കാൻ പോയിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ മിത്തുവിനെ കൂടെ ഞാനാ പോകല്. അപ്പോൾ ഏട്ടൻ പോയ നേരം കൊണ്ട് വേഗം ഞാൻ മിത്തുവിനെ കുളിപ്പിച്ചിട്ടോ, കാരണം അവൻ അംഗനവാടി ഉള്ളതാണ്. അങ്ങനെ ഏട്ടൻ അവനാക്കി വന്നിക്കണം. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.